ഒന്നിൽ പിഴച്ചാൽ മൂന്നിലെന്നാണല്ലോ, പക്ഷെ മൂന്നിലല്ല നാലിലും പണി കിട്ടി എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ നമ്മുടെ ട്രഡീഷണൽ സേവ് ദ ഡേറ്റ് എടുക്കാൻ പോയ ദിവസം. തലേ ദിവസം എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ പിറ്റേ ദിവസം ആ ഒരു ഉറക്കച്ചടവ് കണ്ണിൽ നിന്ന് മായ്ക്കാൻ വേണ്ടി ഞാൻ ഐസോളറിൻ്റെ സഹായമൊക്കെ തേടി നമ്മൾ പിറ്റേ ദിവസം റെഡിയായി നേരെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ആദ്യം നമുക്ക് പണി കിട്ടില്ല. മഴയൊക്കെ അവഗണിച്ച് ഞാനും കുട്ടനും അണ്ണനും കൂടെ നേരെ സ്പോട്ടിലേക്ക് വിട്ടു. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ട് തപ്പി നടന്ന് നമുക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണ്. കാരണം അവിടെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു അവിടുത്തെ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്തിരുന്നത് കേട്ടോ. സോ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ പൈസയൊക്കെ പേ ചെയ്തു, അകത്ത് കയറി. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷേട്ടൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ചേട്ടൻ നമ്മുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. പിന്നീട് നമ്മൾ വിചാരിച്ചു എന്തായാലും വന്നു, ഇത്രയും പൈസ കൊടുത്തു, ഓക്കെ നമുക്ക് കുറച്ച് കപ്പിൾ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അണ്ണനെ കൊണ്ട് നമ്മൾ കപ്പിൾ റീൽസൊക്കെ ഷൂട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പക്ഷേ നമ്മളെന്നോ വീഡിയോസൊക്കെ ഇങ്ങനെ സ്റ്റോറേജ് ഫുള്ളായ സമയത്ത് ബാക്കി വീഡിയോസ് ഡിലീറ്റ് ആക്കിയ കൂട്ടത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു വീഡിയോസും പോയി കേട്ടോ. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്തെടുത്ത വീഡിയോസ് ആയിരുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇനി അതൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഓക്കെ, അതായത് നമുക്ക് അടുത്ത് കിട്ടിയ വലിയ പണി കേട്ടോ. പിന്നെ നമ്മൾ ഇത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ഒരു ചേട്ടൻ നിന്നിട്ട് കുറച്ച് ഇങ്ങനെ മോതിരങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ നവരത്നത്തിൻ്റെ മോതിരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിറ്റ മോതിരമാണ്. പക്ഷെ അത് വാങ്ങിയിട്ടിട്ട് ഇനിയിപ്പം ഞാൻ വാങ്ങിയ മോതിരത്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ഒരു പച്ച കളർ ഇങ്ങനെ കളറൊക്കെ ആയി അങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു നമുക്ക് അടുത്ത് കിട്ടിയ പണി. അങ്ങനെ പണിയോട് പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു സേവ് ദ ഡേറ്റിൻ്റെ ദിവസം. എന്തായാലും സേവ് ദ ഡേറ്റ്, ട്രഡീഷണൽ സേവ് ദ ഡേറ്റ് ആലോചിക്കുമ്പോൾ ഓർക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.